ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് നമ്മളുടെ ഫ്രീ ഫയർ ആയിട്ട് വന്നേക്കാണ്. ഫ്രീ ഫയറിനകത്ത് ഇന്ന് നമ്മൾ ബി ആർ റാങ്കാണ് കളിക്കുന്നത്. നമ്മളെ സി എസിന് അത്രയൊന്നും വ്യൂസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ബി ആർ കളിക്കാൻ പോകുന്നത്. ഇന്ന് ബി ആറിൽ മാക്സിമം ഒരു ബൂ അടിക്കാൻ നോക്കും. നിങ്ങളുടെ ചാനൽ സബ് ചെയ്യാതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ് ചെയ്യുക. പിന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കുക. പിന്നെ മാക്സിമം ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് നിങ്ങൾ സപ്പോർട്ടും കൂടി ചെയ്യുക ഗൈസ്. നമുക്ക് നേരെ പോവാം. അപ്പം നമ്മളുടെ എഫ് സി മൊബൈലിൻ്റെ ഒരു അപ്ഡേറ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ മിക്കവാറും ഇതിരുന്നൊരു ശനിയോ ഞായറിലോ ആയിരിക്കും. അതായത് മിക്കവാറും ആ ഒരു ദിവസമൊക്കെ ആയിരിക്കും അപ്ഡേറ്റ് വരുന്നത്. പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റും കൂടി ചെയ്യുക. ദെൻ ഗൈസ്, അപ്പം നമ്മളുടെ ഫസ്റ്റ് ഇത് തുടങ്ങുവാണ്. നമ്മൾ ഫസ്റ്റ് ബി ആർ അല്ലല്ലോ ഗൈസ്. ഇത് ഫസ്റ്റ് ബി ആർ അല്ല. ഇത് ഫസ്റ്റ് ബി ആർ അല്ല ഗൈസ്, ഞാൻ അറിയാതെ പറഞ്ഞാണ്. നമ്മൾ 5 4 3 ഗൈസ്, അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. 5 4 3 പറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയല്ലേ. നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഇത് കണ്ടോ, സ്കേറ്റ് ബോർഡ് കണ്ടോ ഗൈസ്. നമ്മൾ പുതിയ ഡാർക്ക് മാജിക്കിൻ്റെ ആളാക്കിയിട്ടുണ്ട് നമ്മളുടെ. അപ്പം നേരെ നമുക്ക് മാക്സിമം ബൂ അടിക്കാൻ നോക്കാം. കാരണം ചില സമയത്ത് നമ്മൾ ലാസ്റ്റ് ഒരു ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 10 എത്തുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്കിടയ്ക്കിട്ട് വല്ല പണിയും കാണിച്ച് അത് കൊണ്ട് കളയും ഗൈസ്. അതുകൊണ്ട് മാക്സിമം ബൂ അടിക്കാൻ നോക്കാം. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത്. പീക്കിൽ ഇറങ്ങിയാൽ ചത്തിയെത്തി നമ്മുടെ വഴിയാവും. കാരണം എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ എണ്ണവും കൂടി അതിനകത്തോട്ട് കയറി വരും. അതായത് ലൂട്ട് ഭയങ്കരമാണെന്ന് പറഞ്ഞ് എല്ലാ എണ്ണവും കൂടെ അതിനകത്തോട്ട് കയറി വരും ഗൈസ്. അത് എൻ്റെ പൊന്നേ എന്ത് പാടാന്നറിയാം അതിനകത്ത്. അതായത് ഇപ്പം നമ്മൾ മൈക്കിളിനെ സാൻഡിനോനെ അവനെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഗൈസ്, അവനെ എടുത്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപയോഗമുണ്ട്. വേറെ ഒരുത്തനെ എടുത്തോണ്ട് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ തീരും ഗൈസ്. പക്ഷെ സാൻഡിനോടെ സ്കില്ല് എടുത്തോണ്ട് അടച്ചില്ല, കുഴപ്പമില്ല. മൈക്കിളെന്നാണ് ഞാൻ അവനെ വിളിക്കുന്നത്. അതായത് നമ്മളുടെ മൈക്കിൾ ജാക്സൺ ഇല്ലേ ഗൈസ്, ആ മൈക്കിൾ, അല്ലാതെ വേറെ മൈക്കിളല്ല, ഈ മൈക്കിൾ. നമ്മളെ മൈക്കിൾ ജാക്സനെ പോലെയാണ് അവൻ്റെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത്. ചുമ്മാ ഞാൻ അങ്ങനൊരു പേരിട്ടാണ്. ഇത് ബിൽഡ് ചെയ്യാൻ നമുക്ക് പൈസ കൊടുക്കണം. അത് വേണ്ട. അതായത് നമ്മൾ എഫ് കോയിൻസ് കൊടുക്കണം ഗൈസ്, എഫ് കോയിൻസ്. അപ്പം എഫ് കോയിൻസ് കൊടുക്കുന്ന പരിപാടി, അതായത് നമുക്ക് 6 നമ്മൾ ഇത് അൺലോക്ക് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ സബ് ചെയ്ത് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്ത് മാക്സിമം ഫ്രണ്ട്സിനെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. നമുക്കൊരു പുതിയ ബാഗ് എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ ഫ്രീ ഫയറിന് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എഫ് സി മൊബൈൽ അങ്ങനെയുള്ള എനിക്കൊന്ന് മിക്കവാറും നിങ്ങൾ കളിക്കുന്ന കുറച്ച് ഇതിൻ്റെ വീഡിയോസ് ആയിരിക്കും അത് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഉപകാരം കാണും ഗൈസ്. നിങ്ങൾക്ക് ഈ ചാനലിനകത്ത് നിങ്ങൾ സബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് കാരണം നമ്മളിപ്പം പീസ്ഫുള്ളി കളിക്കുവാണ്. അതായത് ഒരു 10 ആയിട്ട് നമ്മൾ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. നമ്മളിവിടെ കിടന്നൊക്കെ പതുക്കെ കളിച്ച് സെറ്റായിട്ട് നമുക്ക് പതുക്കെ ചെല്ലാം. അതായത് നമുക്ക് മാക്സിമം ലൂട്ട് ക്യാരി ചെയ്യണം. അതായത് നമുക്കൊരു ടോപ്പ് 10 എത്തുമ്പോഴത്തേക്ക് മതി നമുക്ക് ഇറങ്ങുന്നത്. വുഡ് പെക്കർ കിട്ടിയിട്ടുണ്ട്. പാരഫിൽ അവിടെ കിടക്കണ്ടേ, ഓക്കെ കുഴപ്പമില്ല. പാരഫിൽ നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല. നമുക്ക് വുഡ് പെക്കർ ഇട്ടിട്ടുണ്ട്. നമുക്ക് AWM കിട്ടുമെങ്കിൽ അത്ര നല്ലത് ഗൈസ്. കാരണം ബി ആറിൽ അത്ര ഇതല്ല ഈ ബാക്കിയുള്ള ഷോർട്ട് ഗൺസ് ഒന്നും. മാക്സിമം നമുക്ക് AWM വെച്ച് അടിക്കാൻ നോക്കാം. ഹെഡ് ഷോട്ടുകൾ നമുക്ക് മാക്സിമം അടിക്കാൻ നോക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ചെസ്റ്റിൻ്റെ മേളിൽ വരെ നല്ല ക്വാളിറ്റി ഡാമേജ് കിട്ടും. അതായത് ഒരു 159 189 വരെ നമുക്ക് ഡാമേജ് കിട്ടും. എന്നാൽ ഹെഡ് ഷോട്ടിലോട്ട് പോകാൻ നമുക്ക് ഇച്ചിരി പാടാണെങ്കിൽ പോലും മാക്സിമം ആ റേഞ്ചിൽ, അതായത് ഹെഡിന് താഴെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് നല്ല ഡാമേജ് കിട്ടും. അപ്പം മാക്സിമം സെറ്റാക്കാം. നമുക്ക് മാക്സിമം ഹെഡ് ഷോട്ടിലോട്ട് പോകാൻ നോക്കാം. നമുക്ക് ആഴ്സണലിൽ എടുക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി കോയിൻസ് കൂടുതൽ വേണം. 600 ആയിട്ടുണ്ട്. 800 നമുക്ക് വേണ്ടത്. 800 എടുക്കാം. നമുക്ക് നമ്മളുടെ ഇത് വണ്ടി എവിടെ കിടക്കുമായിരുന്നു? നമ്മളെ അടുത്തുണ്ടല്ലോ വണ്ടി. നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ടെല്ലാം പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാനായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ പോരെ. നമ്മൾ ഓക്കെ ഇവിടെ കൊണ്ട് ഇടിച്ചിട്ട് ഇത് കണ്ടോ,
നമ്മൾ തൂക്കിയിട്ട് നമ്മളുടെ വണ്ടി നമ്മൾ എന്താ പറയുക ചിഹ്നപ്പനിട്ടേക്കുവാണ്. ഓക്കെ. അപ്പം നമുക്ക് നേരെ എൻ്റെ പിന്നെ ഓക്കെ നമ്മൾ പിന്നെ ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ് ഗൈസ്. നമ്മളിങ്ങനെ വളച്ചോടിച്ച് നമ്മൾ സ്പീഡിലാണ് പോകുന്നത്. നമ്മൾ 125 പോകത്തുള്ളൂ. ഓക്കെ തിരി ഓക്കെ. നമുക്ക് ഓട്ടോ പൈലറ്റ് ഇട്ട് പോകാം ഗൈസ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഓട്ടോ പൈലറ്റിലോട്ടോ വന്നത്. സോ പോട്ടെ. ഓക്കെ. അപ്പം നമ്മളിതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് 800 രൂപ മതിയെന്ന് തോന്നുന്നു. അല്ല 800 കോയിൻസ് മതിയെന്ന് തോന്നുന്നു. സോ അല്ല 1000 വേണം ഈ സൈഡ്. നമ്മളിവിടെ വന്നിട്ട് ഒരുമാതിരി ആയിപ്പോയി. നമുക്ക് ഏതായാലും ബാഗ് വാങ്ങിച്ചേക്കാം. അതിന് ശേഷം പോയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. സോ നമുക്ക് ഇനി എഫ് കോയിൻസ് അവിടെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ. അപ്പം നമുക്ക് ഒരൊറ്റ സ്ഥലത്തും കൂടി ഉള്ളു എഫ് കോയിൻസ്. ഇനി അതും കൂടി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളെന്ന് തോന്നി. ഇനി ബാക്കിയെല്ലാം കളക്ട് ചെയ്താണോ ആരെങ്കിലുമൊക്കെ. സോ ഇവിടാണ് അത് തന്നെ എന്താണ്. സോ ജിൻ്റെ പിന്നെ ഓക്കെ കയറി ഓക്കെ. എടാ പെട്ടെന്ന് തന്നെ ആക്സിലറേഷൻ ഉണ്ട് കേട്ടോ. ഈ ഒന്ന് ഫ്രീ ഫയർ ആയതുകൊണ്ടാണ് തോന്നുന്നു. ബാക്കി കാരണം നമുക്ക് അറിയത്തില്ല. ഈ 100 പോകുന്നതെന്ന് പോലും നമ്മൾ അറിയത്തില്ല. ഓക്കെ. സോ നമുക്കിപ്പോൾ 13 പേരും കൂടി ഉള്ളു ഇനി. അപ്പോൾ 13 പേര് നമുക്കൊരു ആഷനിൽ തുറക്കാനുള്ള ഒരു സെറ്റപ്പ് ആയി നമ്മൾ രക്ഷപ്പെട്ട്. അത്രയും കൂടെ മതി നമുക്ക്. അതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. നമ്മളിനി വേറെ അവിടെ കണ്ടുപിടിക്കാതെ. എടാ ഇവിടെ ഉണ്ടാ. അതുകൊണ്ട് ഞാൻ കണ്ട്. ഓക്കെ ബാപ്പുവ. സോ ഗൈസ് ഞാനന്നൊരു ഫ്രീ ഫയർ അപ്ഡേറ്റിൻ്റെ വീഡിയോസൊക്കെ ഇട്ടായിരുന്നു. ബട്ട് അതൊന്നും വലിയ വ്യൂസിലൊന്നും പോയില്ല ഗൈസ്. ബട്ട് ഇത് നല്ല വ്യൂസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫ്രീ ഫയറിൻ്റെ FC മൊബൈലിലേക്ക് വീഡിയോസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും മാക്സിമം ഫോക്കസ് ചെയ്തിടാൻ നോക്കുന്നത്. ഗൈസ് ഈ വീഡിയോ നമുക്ക് 1 സബ്സ്ക്രൈബറിനെ 2 സബ്സ്ക്രൈബറിനെ 1 സബ്സ്ക്രൈബറിനെ കിട്ടിയാൽ പോലും നമ്മൾ ഒരു മിനിറ്റ് നമുക്ക് ഇതൊന്ന് വാങ്ങിക്കാം. ഓക്കെ. അപ്പം നമ്മൾ മറ്റേ ഇത് പോയി മറ്റേ എന്തിൻ്റെ പേര് സേഫ് സോൺ. അപ്പം നമുക്ക് ഇതിനൊന്ന് 1 സബ്സ്ക്രൈബറിനെ കിട്ടിയാലും മതി ഗൈസ്. നമുക്ക് ഇനി ഉള്ളത് വെച്ചിട്ട് 40 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ, അതായത് 3800 2 സബ്സ്ക്രൈബേഴ്സും കൂടി കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ മാക്സിമം ഇതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ കളിക്കുന്നതായിരിക്കും. നമുക്ക് ഫുള്ളാണ് നമ്മളുടെ സ്റ്റോറേജ് ഫുള്ളാണ്. ബട്ട് അല്ല സ്റ്റോറേജ് ഫുള്ളല്ലടാ. സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കിയാൽ. സോ ഫൈനൽ ഫൈറ്റ് ആയി. ഇനി നമ്മൾ ഇറങ്ങണം. ഇനി നമ്മൾ ഇറങ്ങി കളിച്ച് പറ്റൂ. നമ്മൾ ആദ്യമേ ഇറങ്ങി കളിക്കുന്നത് നമ്മൾ ചത്തു. അവസാനം ഇറങ്ങി കളിച്ചിട്ടില്ല ഞാനങ്ങനെ. ആദ്യമേ കളിച്ച് ജയിക്കാത്തതും ഉണ്ട്. അപ്പം ഇല്ല ഇവിടെ ആരുമില്ല. നമ്മൾ തുറന്ന സമയത്തായിരിക്കും അവൻ കയറിയത്. സോ തുറന്നിട്ടുണ്ട്. തുറക്ക്. ഓക്കെ. സോ ഇല്ലടാ ഇത് വേണ്ട. നമുക്ക് ഇത് മതി. ആൻഡ് ദെൻ നമുക്ക് വുഡ് പെക്കർ മാറ്റാൻ നോക്കാം. ഒരു മിനിറ്റ്. നമുക്ക് എത്ര ഇത് വേണമെന്ന് നോക്കട്ടെ. അല്ല സോറി AWM ഉണ്ട്. AWM ഉണ്ട്. ഓക്കെ. AWM Y ആണ് ഇട്ടേക്കുന്നത്. സോ ഇത് നമുക്ക് ഇതെന്തിനാ എനിക്ക്. ഓക്കെ സെറ്റായി. സോ ഇനി നമുക്ക് കളത്തിലോട്ട് ഇറങ്ങുവാണ്. 7 പേരും കൂടി ഉള്ളു. ഇനി നമ്മൾ കളത്തിലോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഇനിയാണ് നമ്മളുടെ കളി തുടങ്ങാൻ പോകുന്നത്. സോ ഓട്. ഈ AWM-നാണോ വെയിറ്റ് അതോ വേറൊരു സ്നൈപ്പർ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതിനാണോ വെയിറ്റ്? അതായത് ഇത് രണ്ട് വെച്ച് ഓടുമ്പോൾ നമുക്ക് അങ്ങ് ഒരു വീഡിയോ കൂടി ചെയ്യണം. ഓക്കെ. അപ്പം ആരുമില്ലെന്ന് വിചാരിക്കുന്നു. നമുക്കിങ്ങനെ ഇല്ലടാ ഇവിടെ സേഫ് സോൺ വന്നുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അതൊരു പ്രശ്നമാവും.
സോ അത് നമുക്ക് ഇറങ്ങിയേ പറ്റും. ഇപ്പം നമ്മൾ ഇറങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും, പണി 8ൻ്റെ കിട്ടും. സോ നമുക്ക് ഇറങ്ങാം, നമുക്ക് പോവാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ 8ൻ്റെ പണി കിട്ടും. ആ വരുന്നുണ്ടോ, പണി 8ൻ്റെ കിട്ടും. സോ ഇല്ല, അത് നമുക്കൊന്ന് പൊട്ടിച്ചേക്കാം. യെസ്, 5 പേരും കൂടെ ഉള്ളൂ. ബട്ട് ഇവിടെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. സോ അത് വലിയ സീനല്ല. സോ നമുക്ക് താഴോട്ട് പോകാണ്ട് നമുക്ക് താഴെ ആ സേഫ് സോണിൻ്റെ അടുത്ത് പോയി നിൽക്കാം. അടുത്ത തറ ഇത്. ഓക്കെ, നമ്മൾ അകത്ത് കയറി. ഓക്കെ, നമ്മളകത്ത് കയറിയിട്ടുണ്ട്. സോ ഇവിടെ ആരോ ഉണ്ട് കേട്ടോ, ആരോ ഉണ്ട്. സോ നമ്മൾ ഇതിനകത്തൊക്കെ കയറിയിരിക്കാൻ പറ്റും കേട്ടോ, അത് കൊള്ളാം. ഇവിടെ മൊത്തം ഗ്ലൂ ആയിട്ടാണ്. ബോംബായാലും അകത്ത് കയറാൻ ചാൻസ് കുറവാണ്. കയറും, പക്ഷെ കുറവാണ്, ചാൻസ് കുറവാണ്. സോ നമുക്ക് ഇതിലെ കൂടി ഇങ്ങനെ ഇറങ്ങിയും പോവാം. അടുത്ത ആളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എപ്പോഴെങ്കിലും വരുന്ന കാണും കേട്ടോ. 5 പേരുണ്ട് ഇനി. ലാസ്റ്റ് ഉള്ളവരെല്ലാം കൂടി അവസാനം ഈ ബോർഡറിൽ കിടന്നൊരു കളിയുണ്ട് എൻ്റെ മുന്നേ. ഓക്കെ, എടാ അവിടെ എഴുതൊരുത്തുണ്ട്. എടാ ഞാൻ ഹെഡ് ഷോട്ട് ഉദ്ദേശിച്ച് കയറ്റിയതാ. സൂപ്പർ, നമുക്ക് മറ്റേ എടുക്കാം. നമുക്ക് മറ്റേ എടുത്ത് പണി തുടങ്ങാം. ചത്ത്. അയ്യോ എടാ, ഈ സാധനം ചത്ത്. മെഡ്കിറ്റ് അടി തൽക്കാലം. ഓക്കെ, ഇനി എടാ ഇവിടെ നിൽക്കുന്ന എടാ ചത്ത്. ഓ, ഈ ഫൈനൽ ഫൈറ്റ് വലിയ സീനാണ് കേട്ടോ. നമുക്ക് ഇവനെ പെട്ടെന്ന് തീർത്ത് പറ്റൂ. പിന്നെ എടാ പുറത്തിറങ്ങടാ നീ ഒന്ന്. അയ്യോ. ശരി കഴിഞ്ഞു. ഓടിക്കോ. ഐ ചത്ത്. എടാ എന്ത് കഷ്ടം. ഷേടാ, നമ്മൾ ജസ്റ്റ് മിസ്സിനാണ് കൈസ് പോയി. ജസ്റ്റ് മിസ്, കുറച്ചൊരു ഇച്ചിരിയും കൂടെ ഉള്ളായിരുന്നു. ബട്ട് നമ്മൾ ചത്ത് കൈസ്. സോ ഗൈസ്, അപ്പം നമ്മളെ വീഡിയോ ഇപ്പം വൈൻഡ് അപ്പ് ഉള്ള സമയമായിട്ടുണ്ട്. ദെൻ ഗൈസ് അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. സോ ഗൈസ്, അപ്പം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എടാ നമ്മൾ സിൽവർ സെക്കൻഡിലെത്തി കേട്ടോ. നോക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ.